ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടുമില്ലാത്ത ഒരു സംഭവമാണ് സന്തോഷം എന്നുള്ളത്, അല്ലേ? സന്തോഷം ഉണ്ടാവും 1-2 ദിവസം, പക്ഷെ പിന്നീട് അത് ഉണ്ടാവില്ല. ഒരു പോസിറ്റീവായ മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് വയ്ക്കും, പക്ഷെ പിന്നീടും അതും പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെ സന്തോഷവാന്മാരും സന്തോഷവതികളായിട്ടിരിക്കാം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടിലിരുന്നാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ ജോലിക്ക് പോയിട്ടില്ല, ചുറ്റും ശബ്ദങ്ങളുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ 5 ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഈ 5 ടെക്നിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇന്ന് മനുഷ്യനില്ലാത്ത ഒരേ ഒരു വികാരമാണ് നന്ദി എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്തു കൊടുത്താൽ അവർക്ക് നന്ദിയില്ല, സമയം കിട്ടുമ്പോൾ അവർ തിരിച്ചടിക്കും എന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മൾ മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ നമ്മൾ അവരോട് നന്ദി പറയണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എന്നുള്ളതാണ്. നന്ദിയിലൂടെ, ഗ്രാറ്റിറ്റ്യൂഡിലൂടെ വളരാനാണ് ഈ പ്രപഞ്ചം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾ നന്ദി പറയുക. അറ്റ്ലീസ്റ്റ് ഒരു കോഫി കുടിച്ചാൽ നന്ദി പറയാം, ഒരു പുതിയ ജോഡി ഡ്രസ്സ് എടുത്താൽ നന്ദി പറയാം, സാലറി കിട്ടുമ്പോൾ നന്ദി പറയാം, അല്ലേ? മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ ഒപ്പം നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതിന് നന്ദി പറയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾക്ക് നന്ദി പറയാവുന്നതാണ്. അപ്പോൾ നന്ദി പറഞ്ഞ് ശീലിക്കുക എന്നുള്ളതാണ്. ഒരുവൻ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് തന്നാൽ അവനെ ചുമ്മാ നാണം കെടുത്താനോ അവനെ അപമാനിക്കാനോ അല്ലെങ്കിൽ അവനെ മറന്നു കളഞ്ഞ് ചവിട്ടി മെതിച്ച് കടന്നു കളയാനോ ഒന്നും അല്ല ശ്രമിക്കേണ്ടത്. നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡിലൂടെ വളരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് അനിർവചനീയമായ ആനന്ദം തരും. എപ്പോഴും മനസ്സും ശരീരവും ഫ്രഷ് ആയിരിക്കാനും സന്തോഷത്തോടു കൂടി ഇരിക്കാനും മെഡിറ്റേഷൻ സമയം നമുക്ക് സഹായിക്കും. ദിവസത്തിലൊരു 20 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ മാറ്റിവെക്കുക. ഇനി ഞാൻ വേറൊരു ടെക്നിക്ക് പറയുകയാണ്, പ്രാർത്ഥനയോടൊപ്പം മെഡിറ്റേഷനും കൂടി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സമയം ലാഭിക്കാം എന്നുള്ളതാണ്. അതുപോലെ മെഡിറ്റേഷൻ ആരും ചെയ്യാറില്ല, എല്ലാവർക്കും തിരക്കാണ്, ജോലിക്ക് പോകാനുള്ള തിരക്കാണ്, നാളെ ചെയ്യാം, അങ്ങനെ നീണ്ടു പോകും. അപ്പോൾ മെഡിറ്റേഷൻ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തോളുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഹെൽപ്പിംഗ് മനോഭാവമാണ്. നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തന്നാൽ, ഹെൽപ്പ് ചെയ്തു തന്നാൽ അവരോടൊക്കെ നമ്മൾ നന്ദി പറയണം. അതോടൊപ്പം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്നത് എന്തെങ്കിലും ഒരു സഹായം, ഫിസിക്കലി, മെൻ്റലി, വെൽത്തി, അതായത് ഫിനാൻസ് പരമായിട്ടൊക്കെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാലാമത്തേന്ന് പറഞ്ഞാൽ കമ്പാരിസനാണ്. ആരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യരുത്. മറ്റുള്ളവർക്ക് പലതുണ്ടല്ലോ എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും വിലപിച്ചും നടക്കുന്ന ഒരു മനോഭാവം ഇല്ലാതെ, നിങ്ങൾ കമ്പയർ ചെയ്യാതെ, കമ്പയറിലൂടെ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ലൈഫിലെ വിഷാദ, സ്ട്രെസ്, ഡിപ്രഷൻ വരും. അവർക്കുള്ളത് നിങ്ങൾക്കില്ല എന്നുള്ള ധാരണ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രസൻറ്റിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയിട്ട് അവരെ പോലെ പ്രോഗ്രസ്സിലേക്ക് എനിക്കും കുതിക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്തയോടുകൂടി അവരെ പോലെ വളരാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അവരുടെ കാര്യം കണ്ട് വിഷാദം സൃഷ്ടിച്ചിട്ട് സ്ട്രെസ്, ഡിപ്രഷനിലേക്ക് പോകാതിരിക്കുക. അപ്പോൾ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അവനെപ്പോലെ അവൻ മാത്രമേ ഉള്ളൂ, നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. അതായത് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം ജീവിതത്തിൽ അത് നമുക്ക് സാധിക്കില്ല എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ. കാരണം എപ്പോഴും ഓരോ ദിവസവും ഓരോ സ്ട്രെസ്സിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പ്രോബ്ലങ്ങളിലൂടെയും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കും. പണമില്ലായ്മ, രോഗങ്ങൾ, ചുറ്റുമുള്ള അസ്വസ്ഥതകൾ, മറ്റുള്ളവരുടെ നെഗറ്റീവ് വേസ്, ഇതിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ കടന്നു പോകുമ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഈ നേച്ചർ നമ്മളെ കാണുകയും യൂണിവേഴ്സ് നമ്മളിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് തരികയും ചെയ്യും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, ടെക്നിക്കുകൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും ഹാപ്പിനെസ് എന്നൊരു സ്റ്റേജിലേക്ക്, മൈൻഡ്ഫുൾനെസ് എന്ന സ്റ്റേജിലേക്ക് പോകാൻ കഴിയും. അത് ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻ, ഹെൽപ്പിംഗ് മൈൻഡ്, കമ്പാരിസൺ, പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഇതാണ് ഈ 5 കാര്യങ്ങൾ. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തും തരാനായിട്ട് പ്രപഞ്ചം റെഡിയാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ചുറ്റുമുണ്ട്. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ കാണുന്നില്ല. നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിച്ച് പോകുന്നതും അതിനെ ഫോക്കസ് ചെയ്യുന്നതും. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്റ്റെപ്പ് ഔട്ട് മുന്നോട്ട് വയ്ക്കുക. കംഫർട്ട് സോൺ പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് അതിനുവേണ്ടി അന്വേഷിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചെറിയൊരു സ്റ്റെപ്പ് ഔട്ട് പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കും എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് മാറ്റം തരാൻ തയ്യാറാണ്.
ലൈഫിൽ ഹാപ്പിനെസ് തരാൻ തയ്യാറാണ്. നിങ്ങളത് കാണുന്നില്ല എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഒരു കുഴപ്പം. അപ്പോൾ ബി ഹാപ്പി, സന്തോഷത്തോടു കൂടി